ഇന്നിപ്പോൾ വി.ഡി. സതീശന്റെ പ്രതികരണവും വന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തിരിക്കുന്ന നിലപാട് കഴിഞ്ഞ ദിവസം എടുത്ത നിലപാടും വ്യക്തമായതാണല്ലോ. അതായത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം വന്ന വാർത്താക്കുറിപ്പ്, അതിലും ADGPയുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമായിരുന്നു. ഇന്നിപ്പോൾ ഒന്നുകൂടി വ്യക്തമായിരിക്കുന്നു. എന്താണോ മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന നിലപാട് അത് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും എടുത്തിരിക്കുന്നത്. ADGPയുടെ കാര്യത്തിൽ ഒരു രാഷ്ട്രീയമായ പരിശോധനയാണോ ഇനിയിപ്പോൾ DGP നടത്തേണ്ടത്? ഈ RSS ADGP കൂടിക്കാഴ്ചയും DGPയാണ് അന്വേഷിക്കുന്നത്. സ്മൃതി, ഒരന്വേഷണവും കേരളത്തിൽ നീതിയുക്തമാവില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമല്ലേ? പി ശശിക്കെതിരെ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ടതും ADGP അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളും എല്ലാം ഒരു നടപടിയും ഉണ്ടാവില്ല, അവരെ എല്ലാം ഞാൻ തന്റെ ചിറകിന്റെ അടിയിൽ സംരക്ഷിക്കുകയാണെന്ന് പിണറായി വിജയൻ പറഞ്ഞല്ലോ. അതോടെയാണല്ലോ സംസ്ഥാന സമിതി കൂടിയിട്ട് ഏറ്റവും വലിയ ഗൗരവതരമായ ആരോപണങ്ങൾ എന്ന് പറഞ്ഞത് മിനിറ്റ് വെച്ച് മാറി അൻവർ കീഴടങ്ങണം എന്ന് അഭ്യർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് പോയത്. തൃശൂർ പൂരത്തെ സംബന്ധിച്ച് ശ്രീ VS സുനിൽകുമാർ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ, ആ പറഞ്ഞ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമില്ല. അദ്ദേഹം പറഞ്ഞതെല്ലാം കൃത്യമായിട്ട് ശരിയാണ്. അത് തൃശ്ശൂരുള്ള ജനങ്ങൾ ഉൾപ്പെടെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അതറിയാത്ത രണ്ട് വിഭാഗമേ ഉള്ളൂ. അത് പിണറായി വിജയനും BJPയും മാത്രമേ ഉള്ളൂ. അപ്പോൾ സുരേഷ് ഗോപിയുടെ എൻട്രി എങ്ങനെ വന്നു എന്നുള്ളതിനെ സംബന്ധിച്ചെല്ലാം കൃത്യമായിട്ട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വളരെ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഇത്തരത്തിൽ ഒരു പക്ഷത്തിനു വേണ്ടി മാത്രം കാര്യങ്ങളെല്ലാം അനുകൂലമാകുന്ന തുടർച്ചയായ സംഭവങ്ങൾ ഉണ്ടാവുന്നെങ്കിൽ അത് നോർമൽ അല്ല, സ്വാഭാവികമായിട്ടുള്ള അവിടുത്തെ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നതല്ല. ഇനി സ്മൃതി പറഞ്ഞതും സുനിൽകുമാറിന് പറയാൻ കഴിയാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. സ്മൃതി പറഞ്ഞതിലും ഒരു തെറ്റുണ്ട്. അങ്ങ് പറഞ്ഞത് കമ്മീഷണർ പറഞ്ഞു മുകളിൽ നിന്നുള്ള ഉത്തരവാണെന്നാണ്. അല്ല, പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ആദ്യം മുതൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യവും ഇന്ന് വാർത്തകളിൽ പുറത്തു വരുന്ന കാര്യവും ഇതാണ്. അവിടെ കാലാകാലങ്ങളായിട്ട് തൃശൂർ പൂരം നടത്തുന്നതിന് വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ, ആ ക്രമീകരണങ്ങളനുസരിച്ചിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ്, ആ ബ്ലൂ പ്രിന്റ് അജിത് കുമാർ മാറ്റി, ADGP അജിത് കുമാർ ആ ബ്ലൂ പ്രിന്റ് മാറ്റി മറ്റൊരു ബ്ലൂ പ്രിന്റ് അവിടെ അവതരിപ്പിച്ചു. അവിടെ അവതരിപ്പിച്ചപ്പോൾ തന്നെ അവിടുത്തെ ഇതിനോട് പരിചയമുള്ള ആൾക്കാർ ഉൾപ്പെടെ പറഞ്ഞു ഇതിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ സ്മൃതി പറഞ്ഞ പോലെ കമ്മീഷണർ മുകളിൽ നിന്ന് ഉത്തരവുണ്ടെന്നല്ല പറഞ്ഞത്, ADGP പറഞ്ഞത് മുകളിൽ നിന്ന് ഉത്തരവാണ്. ആ മുകളിൽ നിന്നുള്ള ഉത്തരവ് എന്ന് പറഞ്ഞത് ADGP ആണ്. ADGPക്ക് മുകളിൽ ഉത്തരവ് കൊടുക്കാൻ ആരാ? അത് P ശശിയാണ്, പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. ഒന്നുകിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യം, അതിനപ്പുറം മുകളിലുള്ളത് പിണറായി വിജയനാണ്. അപ്പൊ P ശശിക്ക് യാതൊരു കുഴപ്പമില്ല, മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് P ശശി നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുകളിൽ നിന്നുള്ള ഉത്തരവ് തന്റെ ഉത്തരവായിരുന്നു എന്ന് തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. പിന്നെ ADGP അജിത് കുമാർ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ക്യാമ്പ് ചെയ്യുന്ന സമയത്ത് പോലും ഈ ഏകദേശം 20 മണിക്കൂറോളം ഒരു കമ്മീഷണർ മാത്രം നിന്ന് പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ട് ജനാധിപത്യ വിരുദ്ധമായ അവിടുത്തെ കീഴ്വരങ്ങൾക്ക് വിരുദ്ധമായ ഒരു പൂരത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിൽ ഉള്ള ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുത്തു പോകുമ്പോൾ ADGP അജിത് കുമാർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാൽ നടക്കുമോ? ADGP അജിത് കുമാർ അവിടെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ മന്ത്രി വിളിച്ചിട്ട് AD അജിത് കുമാറിനെ കിട്ടിയില്ലെങ്കിൽ ആ മന്ത്രി മുഖ്യമന്ത്രിയെ വിളിക്കില്ല എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുമോ? ADGP അജിത് കുമാർ നടത്തിയ സുരക്ഷാ ക്രമീകരണങ്ങൾ അലങ്കോലമാകുന്നു എന്ന് പറയുമ്പോൾ അത് അലങ്കോലമാവാതെ നോക്കാനുള്ള ധാർമ്മികവും ഉദ്യോഗസ്ഥപരമായിട്ടുള്ള ഉത്തരവാദിത്വം, ഭരണപരമായ ഉത്തരവാദിത്വവും അജിത് കുമാറിനുണ്ടായിരുന്നു. മേൽനോട്ടത്തിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണല്ലോ DGPയുടെ റിപ്പോർട്ട്. അത് അവിടെ നൽകിയിട്ടുണ്ട്. അത് ആമുഖമായി എഴുതിക്കൊണ്ടാണ് DGP റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഞാൻ DGPയുടെ ഉദ്ദേശശുദ്ധിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ DGPക്ക് ഈ ഉദ്ദേശശുദ്ധി കാണിക്കുന്നതിനപ്പുറം എന്ത് നടപടിയെടുക്കാൻ സാധിക്കും? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രിമിനൽ കുറ്റം ആരോപിക്കപ്പെട്ട, കൊലപാതകം ആരോപിക്കപ്പെട്ട, ആളെ തട്ടിക്കൊണ്ടുപോകാൻ ആരോപിക്കപ്പെട്ട, സ്വർണ്ണ തട്ടിപ്പ് ആരോപിക്കപ്പെട്ട, സ്വർണ്ണ കള്ളക്കടത്ത് ആരോപിക്കപ്പെട്ട ADGP അജിത് കുമാറിനെയും
ഇതെല്ലാത്തിനും കൂടെ നിന്ന് കണ്ട് ചെയ്തു കൊടുക്കുന്നുവെന്ന് ആരോപണമുള്ള സ്വർണ്ണത്തട്ടിപ്പിന്റെ വിഹിതം കൈപ്പറ്റുന്നു ഭരണകക്ഷി MLA ആരോപിച്ച P ശശിയെയും തന്റെ ചിറകിനിടയിൽ ഒരു കുഴപ്പവുമില്ല, മാതൃകാപരമാണെന്ന് പറഞ്ഞ് സംരക്ഷിച്ചു നിർത്തിയാൽ DGPയുടെ ഉദ്ദേശശുദ്ധിക്ക് എന്തു വിലയാണുള്ളത്? അല്ലേ തന്നെ അങ്ങനത്തെ ഒരു DGP ഉണ്ടെന്ന് നമുക്ക് കുറച്ചു നാളായിട്ട് നമുക്കറിയില്ല. നമ്മൾ രാഷ്ട്രീയത്തിൽ സ്ഥിരമിടപെടുന്നവർ പോലും ആ DGPയുടെ പേര് വേണമെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കേണ്ട അവസ്ഥയിലാണ്. അങ്ങനെയൊക്കെ എന്തു ചെയ്യാൻ സാധിക്കും? ഇത് വളരെ കൃത്യമായി RSSുമായിട്ട് ഉണ്ടാക്കിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നടന്നിരിക്കുന്ന ആസൂത്രിതമായ ശ്രമങ്ങളാണ്. ശരി, RSSുമായുള്ള ഗൂഢാലോചന എന്ന് പറയുമ്പോൾ ആ ഗൂഢാലോചനയ്ക്ക് ശക്തമായ മറുപടി നൽകാൻ CPM പ്രതിനിധിയെ തന്നിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇടത് നിരീക്ഷകനാണ് ഇതിൽ മറുപടി നൽകാൻ BJPയും പ്രതിനിധിയെ തന്നിട്ടില്ല എന്നത് കൂടി താങ്കൾ സ്മരിക്കണം. Debate with Smriti Parithikad.